ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ അടിച്ചേക്കണേ. അപ്പോൾ പതിവ് പോലെ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചേട്ടായി കൊടുക്കാൻ ഞാനൊരു കട്ടൻ ചായ ഒഴിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇഡലിക്ക് തക്കാളി ചട്നി ഉണ്ടാക്കാൻ പോയണേ. കഴിഞ്ഞ ദിവസം ഇഡലി ഉണ്ടാക്കിയപ്പോഴേ വൈകുന്നേരം കുറച്ച് ഇഡലി ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ അത് കഴിക്കാനായിട്ട് കുറച്ച് തക്കാളി ചട്നി ഉണ്ടാക്കി കൊടുത്ത്. അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്നോട് പറഞ്ഞ് തക്കാളി ചട്നി ഉണ്ടാക്കാൻ. അപ്പോൾ ഇന്ന് 2 ചട്നിയുണ്ട്, തേങ്ങാ ചട്നിയുണ്ട്. ഈ പഴം കണ്ണമ്പഴം എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നലെ കടയിൽ പോയപ്പോൾ വാങ്ങിയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മുടെ ഇഡലിയും ചമ്മന്തിയും ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. മിക്ക ദിവസങ്ങളിലുമേ നമ്മൾ ഇഡലിയുടെ കൂടെ സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. തൽക്കാലം ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ചട്നി എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ എല്ലാവരുടെയും രാവിലത്തെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും കഴിച്ചു. പിന്നെ ഇനി നമുക്ക് ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് അരി തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ടേ. അപ്പോൾ ഇനി കറി ഉണ്ടാക്കണം. കറി ഉണ്ടാക്കാനായിട്ട് മോര് കാച്ചാൻ പോയാണ്. മോര് കാച്ചാൻ തക്കാളി അരിഞ്ഞടുപ്പ് വെച്ചിട്ടുണ്ടേ. അപ്പോൾ അതിനായിട്ട് ഞാൻ തേങ്ങ ചിരണ്ടി അരയ്ക്കാൻ പോയാണ്. പിന്നെ നമുക്ക് ക്യാരറ്റ് തോരൻ വയ്ക്കണം. അപ്പോൾ ഇന്നിപ്പോൾ മീനൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ നാളെ അമ്പലത്തിൽ പോകാൻ നമുക്ക് ചെറിയൊരു പ്ലാനുണ്ട്. അപ്പോൾ അമ്പലത്തിൽ പോകണം, വഴിപാട് കഴിപ്പിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മീൻ അങ്ങനെ വാങ്ങാറില്ല. തലേ ദിവസം മീൻ കൂട്ടാറില്ല. പച്ചക്കറി എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വയ്ക്കുന്നത്. അരച്ചു കൂട്ടാനും തോരനും മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂട്ടി തന്നെ കഴിക്കും. പിന്നെ അങ്ങനെ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടായി അടുക്കളയിലോട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ ഓണാണേ എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പെട്ടെന്ന് അവിടെ നിന്നിട്ട് തന്നെ പറഞ്ഞ് ഇപ്പം കൊല്ലത്ത് ഇപ്പം ജോലിക്ക് പോകാതെ ഇപ്പം റെസ്റ്റിലാണല്ലോ. അപ്പോൾ 4 മാസമായിട്ടുണ്ട്. അപ്പോൾ 4 മാസമായിട്ട് കൊല്ലത്തേക്ക് ചെല്ലുന്നില്ല. അപ്പോൾ കാണാഞ്ഞിട്ട് അവിടുന്ന് ചേട്ടായിയുടെ ഒരു ഫ്രണ്ടും വൈഫും കൂടെ വരുന്നുണ്ടേ. അപ്പോൾ അവർ വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ കറികളൊക്കെ ഉണ്ടല്ലോ, പച്ചക്കറികൾ അരച്ചു കൂട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പുറത്തുനിന്നും കൂടെ കറി എന്തെങ്കിലും വാങ്ങാം. മീൻ കറി ആണെങ്കിലും ഇറച്ചിക്കറി ആണെങ്കിലും അവർക്ക് കൊടുക്കാനുള്ളത് മാത്രം നമുക്ക് വാങ്ങിയിട്ട് ചോറ് കൊടുക്കാമെന്ന് തന്നെ പറഞ്ഞ്. അപ്പോൾ ചോറാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. അവരെപ്പോഴും ബിരിയാണിയും ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അവർക്ക് അതിനോട് അത്ര താല്പര്യമില്ല. നമ്മുടെ വീട്ടിലൊക്കെ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ വയ്ക്കുന്ന ചോറും കറികളൊക്കെ തന്നെയാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ വന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അവർക്കങ്ങനെ വീഡിയോയിൽ വരാനൊന്നും താല്പര്യമൊന്നും ഇല്ലാത്ത ആളുകളാണ്. പിന്നെ ഞാൻ അവർ ഇറങ്ങി ഇവിടെ വന്നിട്ട് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ സമയത്ത് മാത്രം ഞാൻ ചെറിയൊരു ഷോട്ട് എടുത്തന്നേ ഉള്ളൂ. അത് അവരറിയാതെ എടുത്തതാണ്. അപ്പം ഞാനങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കറി വാങ്ങാനായിട്ട് പുറത്തേക്ക് പോകണം. അപ്പോൾ അത് മക്കൾ തന്നെ പോയി വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വീഡിയോ എടുത്ത് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, എഡിറ്റ് ചെയ്യണതിന് വലിയ പ്രശ്നം തോന്നാറില്ല. പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ നോക്കുന്നതുകൊണ്ടാണല്ലോ എനിക്ക് കഴുത്ത് വേദനയാണ്. 2 ദിവസമായിട്ട് നല്ല കഴുത്ത് വേദനയുണ്ട്. പിന്നെ വോയിസ് കൊടുക്കാനുള്ള പാടറിയാമല്ലോ. നമ്മളിപ്പം വോയിസ് കൊടുക്കാനിരിക്കുമ്പം പുറത്തുനിന്നാണെങ്കിൽ പുറത്തുനിന്നുള്ള ശബ്ദങ്ങൾ കയറി വരും, അല്ലെങ്കിൽ വീടിനകത്തുനിന്നുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര ഡിലേ വരും വോയിസ് കൊടുക്കാനൊക്കെ. പിന്നെ അവിടെ കട്ട് ചെയ്ത് ഒരുപാട് പ്രതിസന്ധികൾക്കിടയിൽ നിന്നാണ് നമ്മളൊരു വീഡിയോ റെഡിയാക്കിയൊക്കെ ഇടുന്നത്. പക്ഷെ അങ്ങനെ റെഡിയാക്കി നമ്മൾ ഇട്ടാലും നമുക്ക് ആവശ്യത്തിനുള്ള വാച്ച് അവർ പോലും കിട്ടുന്നില്ല. അപ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ്. എപ്പോഴും നിരാശ തോന്നാറുണ്ട്. നമ്മളിങ്ങനെ വീഡിയോ ഇട്ടിട്ടും നമുക്കധികം വാച്ച് അവർ കിട്ടുന്നില്ല എന്നൊക്കെ നമുക്കിങ്ങനെ തോന്നാറുണ്ട്. പിന്നെ നമ്മൾ നിരാശപ്പെടേണ്ട, എപ്പോഴെങ്കിലും നമുക്കത് റെഡിയായി വരുമല്ലേ. അപ്പോൾ നമുക്ക് തളരാതെ മുന്നോട്ട് പോകാം. അപ്പോൾ ദേ അനുക്കുട്ടിയും അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പാത്രമൊക്കെ കഴുകാനൊക്കെ ഉണ്ടേ. അപ്പോൾ അവർക്ക് ചോറ് കൊടുക്കാനായിട്ട് പാത്രമെല്ലാം കഴുകിയെടുക്കണം. അപ്പോൾ കറിയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ചോറും കറികളൊക്കെ എടുക്കേണ്ട പാത്രങ്ങളൊക്കെ എടുക്കാൻ ഞാൻ പറയണം. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അവർക്ക് ഊണ് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ അവർ ഊണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, അതൊന്നും അവർക്കൊന്നും അത്ര ഇഷ്ടമാകത്തില്ല. ഇതാണ് ഫ്രണ്ടും വൈഫും. അപ്പോൾ അവർ പോകാനായിട്ട് റെഡിയാകണം. അപ്പോൾ തൊട്ടപ്പുറത്തെ ഓട്ടോയിൽ കയറ്റി നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു. ജംഗ്ഷനിൽ ചെന്നിട്ട് അവർക്ക് ബസ്സിന് പോകാനാണ്. അപ്പോൾ അവർ കുറച്ച് ഫ്രൂട്ട്സും പലഹാരങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഈന്തപ്പഴം, അലുവ, മാങ്ങ, മുന്തിരി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ വൈകുന്നേരത്തെ വിശേഷമാണ്. അത് ഉച്ചയോടുകൂടി ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
പിന്നെ വൈകിട്ട് നമുക്ക് നമ്മുടെ തൊട്ടപ്പുറത്തെ മില്ലിൽ നിന്ന് എണ്ണ വാങ്ങണമായിരുന്നു. അപ്പോൾ ചേട്ടായി പറഞ്ഞ് ഞാൻ പോയി വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പാത്രം കൊടുത്ത് വിട്ടിട്ട് പോയി എണ്ണ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇച്ചിരി എണ്ണ കാച്ചി എടുക്കണം. അപ്പോൾ ആവി പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ കുറച്ച് പനിക്കൂർക്ക എടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ചേട്ടായിക്ക് ഒന്ന് ആവി പിടിക്കണം, നല്ല കഫത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അതിനുള്ള നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് പനിക്കൂർക്കയൊക്കെ നമ്മൾ ചട്ടിയിലിങ്ങനെ നട്ടിട്ടുണ്ടേ. അപ്പോൾ അതെല്ലാം ഒന്ന് വളർന്നിട്ട് ഇങ്ങനെ പടന്ന് താഴേക്ക് കിടക്കണം. അപ്പോൾ അതിൻ്റെ ഓരോരോ ശകലങ്ങളായിട്ട് ഞാനിങ്ങനെ മുറിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. പനി വരുമ്പോഴൊക്കെ നമുക്ക് ആവി പിടിക്കാൻ ഈ പനിക്കൂർക്കയും കൊതിപ്പുല്ലിൻ്റെതും പിന്നെന്താണ് നമ്മൾ തുളസി ഇല, പേരയില, അങ്ങനെ അതെല്ലാം കൂടെ നമ്മൾ ഇട്ടിട്ട് ആവി പിടിക്കണമെങ്കിൽ നല്ലൊരു ആശ്വാസമാണ്. നമ്മളത് എപ്പോഴും ചെയ്യാറുമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് റോസപ്പൂ വിരിഞ്ഞിട്ട് അത് ഉണങ്ങി നിൽപ്പുണ്ടായിരുന്നു, വെട്ടി കളയാനായിട്ട് പലപ്പോഴായിട്ട് ഓർക്കണമാണ്. പക്ഷെ അത് സമയം കിട്ടാറില്ല. അങ്ങനെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങനെ പോകും. അപ്പോൾ ഞാനോട് തന്നെ ഈ കൂടെ തന്നെ അതും കൂടെ ഒന്ന് വെട്ടിയേക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ ഇങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല കേട്ടോ. നേരത്തെ ആ വീടിൻ്റെ സൈഡിന് നിന്നപ്പോൾ പൂവും പിടിക്കുന്നില്ല, മുരടിച്ചിട്ട് ഇങ്ങനെ പുഴുവൊക്കെ കയറി വല്ലാതെ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ പിന്നെ വലിയ പ്രശ്നം തോന്നുന്നില്ല. ഞാൻ അരിക്കാടിയുടെ വെള്ളമില്ല, നമ്മൾ അരി കഴുകുന്ന വെള്ളവും സവോളത്തൊലിയൊക്കെയാണ് ഞാൻ സാധാരണ ഇടുന്നത്. അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് പുറത്തൊന്നും വളമൊന്നും മേടിച്ച് ഞാൻ ഇടാറില്ല. നമ്മുടെ വീട്ടിൽ നിന്നുള്ള പച്ചക്കറിയുടെ വളങ്ങളൊക്കെ തന്നെയാണ് ഇടാറുള്ളത്. പിന്നെ ഞാൻ ആവി പിടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് മക്കൾ രണ്ടുപേരും കൂടെ ഒന്ന് പാർലർ വരെ പോവുകയാണ്. അവർ പിരികം ത്രെഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊന്ന് ഡോക്ടറെ അടുത്ത് പോകേണ്ട, വൈകുന്നേരങ്ങളിൽ ചെല്ലാൻ, ഒരു 5:30 കഴിഞ്ഞിട്ട് ചെല്ലാനാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ നമ്മളിന്ന് വൈകുന്നേരമാണ് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോയത്. വൈകുന്നേരം നമ്മൾ കവല ചെന്നിട്ട് ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അപ്പുറത്തെ ഓട്ടോയിൽ കയറിയിട്ട് പോകും. അങ്ങനെ ഇന്ന് അവിടെ ചെല്ലേണ്ട ദിവസവും കൂടി ആയിരുന്നു. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ തിരിച്ച് വന്നപ്പോൾ ഏകദേശം സന്ധ്യയൊക്കെ ആയിട്ട്, ഒരു 7 മണിയൊക്കെ ആകാനായിട്ടുണ്ടായിരുന്നു തിരിച്ച് വന്നപ്പോൾ. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ കണ്ടൻറ്റൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റും കൂടെ എഴുതി അറിയിച്ചേക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്തൊരു ദിവസം നമുക്ക് കണ്ടുമുട്ടാം. ടാറ്റാ, ബൈ ബൈ, സി യു.